കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിന് സമീപത്തു നിന്നുമാണ് മലിനജലം ഒഴുകുന്നത്. ഇതോടെ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയിലേക്കാണ് മലിനജലം ഒഴുകുന്നത്. പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമാണ് ഇത്തരത്തിൽ ജലം ഒഴുകുന്നതെന്നാണ് പരാതി. ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ മലിനജലം ഒഴുകുന്നുണ്ട്. വലിയ തോതിൽ ദുർഗന്ധം വമിച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തി. മറ്റപ്പള്ളി ബിൽഡിങ്ങിന്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നുള്ള മാലിന്യ വേസ്റ്റ് ഒഴുകി വന്ന് ഞങ്ങളുടെ ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയും വളരെയധികം ദുർഗന്ധമാണ് ഇവിടെ വമിക്കുന്നത്. ഇവിടെ കാൽനട യാത്രക്കാരുണ്ട്, ബസ് യാത്രക്കാർ, ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഈ ശോചനീയ അവസ്ഥ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ദുർഗന്ധം രൂക്ഷമായതോടെ പലരും മാസ്ക് വെച്ചാണ് സ്ഥാപനത്തിലിരിക്കുന്നത്. നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചിട്ടും സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. ശുചിത്വ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നഗരസഭാ അധികൃതരുടെ കൺമുമ്പിൽ തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുകുന്നത്. സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP. ഒരു ദുർഗന്ധം മൂലം ഇതിനെ നടക്കാനോ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കട്ടപ്പന നഗരസഭ ഇതുപോലെ ശുചിത്വം പാലിക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ആൾക്കാരുടെയും സെപ്റ്റിക് ടാങ്കിലെ ഹോസ് ഇട്ടേക്കുന്നത്, പൈപ്പ് ഇട്ടേക്കുന്നത് മൊത്തം ഈ ഓടകളിലാണ് ഇട്ടേക്കുന്നത്. അത് നീക്കം ചെയ്യാൻ ഇവിടുത്തെ നഗരസഭ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്തുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി കാൽനട യാത്രക്കാർ പോകുന്ന പാതയിലാണ് മലിനജലം ഒഴുകുന്നത്. ഇത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനടക്കം കാരണമായേക്കാം. നഗരസഭ ആരോഗ്യ വിഭാഗം മലിനീകരണ പ്രശ്നം പരിഹരിക്കുകയും ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം.